വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ ശാരദാമ്മയാണെങ്കിൽ ആ ഒരു ശാലിനിയാണെങ്കിൽ പാപനാശിനിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ പിന്നെ കറക്റ്റ് തീയതിയും അതിനുള്ള സമയമൊക്കെ കുറിക്കാനായിട്ട് ആ ഒരു ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് നേരത്തെ ഒരു മുൻപേ പോയി കണ്ടില്ലേ, വിഷ്ണു ജീവിച്ചിരിപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് വീണ്ടും ശാരദാമ്മ പോകുന്നുണ്ട്. അന്നേരം ഇങ്ങനെ കവടിയൊക്കെ നേരത്തെ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് സമയമൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ആ നോക്കിയ ശേഷം ഈ ജ്യോത്സ്യനാണെങ്കിൽ പിന്നെ ശാരദാമ്മയോട് പറയുന്നുണ്ട്, ഇതിപ്പോൾ മരിച്ച ആളിന് പിന്നെ ശാപമോക്ഷമല്ല കിട്ടാൻ പോകുന്നത്, അതിനായി നിയോഗിക്കപ്പെട്ട ആളിൻ്റെ അപമൃത്യുവാണ് കാണുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ആകെ ഇതാവുന്നുണ്ട്. അന്നേരം അതിന് ശാലിനിയും കുട്ടികളെയും കൂട്ടിയാണല്ലോ പോകുന്നത്. അപ്പം മരുമകൻ നഷ്ടപ്പെട്ടു, ഇനി അവർക്ക് കൂടി ഒരു ആപത്ത് വന്നാൽ ശാരദാമ്മയ്ക്ക് അത് താങ്ങാനായിട്ട് കഴിയില്ല. ആ വിഷമത്തോടെ ഇങ്ങനെ ശാരദാമ്മ ഇങ്ങനെ അന്തം വിട്ട് നോക്കുമ്പോൾ അവിടെ ആ കത്തിച്ച് വെച്ചിരിക്കുന്ന നിലവിളക്ക് പെട്ടെന്ന് കാറ്റുകൊണ്ട് ഇങ്ങനെ അങ്ങ് ആ 2 തിരി അങ്ങ് കെട്ട് ആ കരിന്തിരി ഇങ്ങനെ കത്തി ആ ഒരു പുക ഇങ്ങനെ പോവുകയാണ്. അന്നേരം ഈ ജ്യോത്സ്യനാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ശാലിനി ശ്രദ്ധിക്കുകയാണ്. അന്നേരം നിമിത്ത ശാസ്ത്രപ്രകാരം അപശകുനമാണല്ലോ കാണുന്നത് എന്നിങ്ങനെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു യാത്ര അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ആ ഒരു ചിതാഭസ്മം ഒഴുക്കി കളയുന്നതിനായിട്ടുള്ള, ചിലപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞ് മതിയെന്ന് പറയുമോ അതോ ഇപ്പോഴേ അത് ഒഴുക്കണ്ട എന്ന് പറയുമോ, അങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. അതത്രേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം സത്യഭാമയുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്. ശാരദാമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് ആരാണ് ഇറങ്ങുന്നതെന്ന്. ഡ്രൈവർ അതിൽ നിന്നും ഇറങ്ങിയ ശേഷം ബാക്ക് ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ കാലാണ് കാണിക്കുന്നത്, ഇങ്ങനെ ചെരുപ്പോട് ഇങ്ങനെ കാല് കുത്തുന്നതായിട്ട്. പക്ഷേ സുസ്മിതയാണ് വരുന്നത്. ആ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടുള്ളത് വെറുതെ ഒരു ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അമ്പലത്തിൽ പോയിട്ടുള്ള വരവൊക്കെയാണ്. സുസ്മിതയുടെ കയ്യിൽ ആ തട്ടവും പുഷ്പവും ചന്ദനവും പ്രസാദവും ഒക്കെ ഇരിക്കുന്നു. അന്നേരം സുസ്മിത ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഈ ഒരു സീനാണ് കാണിക്കുന്നത്. പക്ഷെ അവിടെ സുസ്മിത ഇനി എന്തെങ്കിലും പിന്നെ തന്ത്രം മെനഞ്ഞ് ഭാമയുടെ കൂടെ കൂടാനായാലും ഭാമ അതൊന്നും വിശ്വസിക്കില്ല. പണ്ടേ സുസ്മിതയെ പുറത്താക്കുകയല്ലേ. മിക്കവാറും വെല്ലുവിളിയായിട്ടായിരിക്കും സുസ്മിത അവിടെ എത്തുന്നത്. അതിനി എന്താണ് എന്നുള്ളത് നോക്കാം. പക്ഷേ വിഷ്ണുവിൻ്റെ കാര്യമൊന്നും സുസ്മിതയ്ക്ക് അറിയില്ല. സുസ്മിത ഇനി കണ്ടുപിടിച്ച് ശാലിനിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നടക്കുമോ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.